അതിരാവിലെ തന്നെ ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജിൻഡോയും ജാസ്മിനും. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവില് കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് ജാസ്മിനും ജിൻഡോയും ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ ചൊറിയാണ്. ആദ്യം തന്നെ ജിൻഡോ പറയുന്നത്, നീ ആ കറിയൊക്കെ ഇളക്കുന്ന സമയത്ത് നിന്റെ വെപ്പുമൂടി ഊരി കറിയിലേക്ക് വീറാതിരിക്കാൻ നോക്കണം, ഒന്നങ്ങാട് മാറി നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, താൻ ഇന്നാളൊരു ദിവസം വെച്ചൊരു കറി അത് വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളൂലായിരുന്നു, താനൊന്ന് പോടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ താൻ എന്റെ മുടി വെപ്പുമുടിയാണെന്ന് അറിയാൻ വേണ്ടി താൻ എന്റെ മുടി കയറി പിടിച്ചു നോക്കിയോ, അല്ലെങ്കിൽ തൊട്ട് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇന്ന് ചൊറിഞ്ഞ് കളിക്കുകയാണ്. എന്തൊക്കെയായാലും ഇവർക്ക് രണ്ടുപേർക്കും അറിയാം പുറത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെന്ന്. കാരണം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ജാസ്മിന്റെ അമ്മയോട് ജാസ്മിൻ സങ്കടം പറയുന്ന സമയത്ത്, എനിക്കിവിടെ എന്റെ മനസ്സ് തുറന്ന് സംസാരിക്കാനോ എനിക്ക് എന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനോ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിന്റെ അമ്മ കൃത്യമായിട്ട് പറഞ്ഞു, മോളെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ജാസ്മിൻ അവിടെ വെച്ച് കത്തിയിട്ടുണ്ട്, പുറത്ത് അത്യാവശ്യത്തിന് സപ്പോർട്ട് എനിക്കുണ്ടെന്ന്. അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ജിൻഡോയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജിൻഡോനോടാണ്. അപ്പോൾ ജിൻഡോനും അവിടെ വെച്ച് കത്തിയിട്ടുണ്ട്, ഇത്തരത്തിൽ എല്ലാവരും വന്ന് എന്നോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പുറത്ത് അത്യാവശ്യത്തിന് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ജാസ്മിനും ജിൻഡോനും ഒരുപോലെ അറിയാം പുറത്ത് അത്യാവശ്യത്തിന് സപ്പോർട്ടേഴ്സ് ഉള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഞങ്ങൾ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണം ഗെയിം ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ ഓപ്പോസിറ്റ് കളിക്കാനായിട്ട് നല്ലൊരു മത്സരാർത്ഥി വേണം. ഇപ്പൊ ജിൻഡോനെ സംബന്ധിച്ചുകൊണ്ട് ഗബ്രി പുറത്തു പോയി, അതുപോലെ തന്നെ റസ്മിൻ പുറത്തു പോയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജിൻഡോയെ ഓപ്പോസ് ചെയ്ത് സംസാരിക്കാനായിട്ട് അവിടെ മറ്റുള്ള ആളുകളില്ല, ജാസ്മിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ജാസ്മിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാന്നുള്ള രീതിയായിരിക്കും ഇനി ജിൻഡോ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റസ്മിൻ ഗബ്രിയും പുറത്തോട്ട് പോയ സാഹചര്യത്തിൽ ജാസ്മിന് മാറിയിരുന്ന് സങ്കടം പറയാനോ സന്തോഷം പറയാനോ ഒന്നും അവിടെ മറ്റൊരു വ്യക്തിയും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും ജാസ്മിന്റെ ഗെയിം. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു ഗെയിം ആയിരിക്കും ഇനി ഇവർ മുന്നോട്ട് വെക്കുന്നത്. ജിൻഡോ ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യുന്നു, ജാസ്മിൻ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യുന്നു. അതുപോലെ ഒരു ടോം ആൻഡ് ജെറി പാറ്റേണിൽ ബിഗ് ബോസിൽ ബാക്കിയുള്ള നാളുകൾ ഇനി മുന്നോട്ട് പോകാം എന്നൊരു ചിന്ത രണ്ടുപേർക്കും ഉദിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പൊ രാവിലെ തന്നെ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം. നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.